ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ആദ്യത്തെ പടിയിൽ പറയുന്നത്, മദ്യത്തിന് മുന്നിൽ ശക്തിഹീനരെന്ന് ഞങ്ങൾ സമ്മതിച്ചു, ഞങ്ങളുടെ ജീവിതം അനിയന്ത്രിതമായി പോയി. മദ്യത്തിന് മുന്നിൽ ശക്തിഹീനരെന്ന് ഞങ്ങൾ സമ്മതിച്ചു, അല്ലെങ്കിൽ വി അഡ്മിറ്റഡ് എന്നാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം അനിയന്ത്രിതമായി പോയി. എന്തുകൊണ്ടാണ് ഈ ഞങ്ങൾ? ആരാണ് ഈ ഞങ്ങൾ? സാധാരണ അവിടെ പറയേണ്ടത് മദ്യത്തിന് മുന്നിൽ ശക്തിഹീനരെന്ന് ഞാൻ സമ്മതിച്ചു, എൻ്റെ ജീവിതം അനിയന്ത്രിതമായി പോയ എന്നല്ലേ. ബിഗ് ബുക്കിൽ എന്തുകൊണ്ട് ഇത് വി, അല്ലെങ്കിൽ ആ പടികളിലെല്ലാം നമ്മൾ നമ്മൾ എന്നുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത്? കാരണം സ്റ്റെപ്പ് എപ്പോഴും രണ്ട് പേരായിട്ട് ചെയ്യുന്നതാണ്. ഒന്ന് ആൽക്കഹോളിക്കായിട്ടുള്ള ഞാനും എൻ്റെ സ്പോൺസറും, അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഈ വി അവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ സപ്പോർട്ട് ഗ്രൂപ്പായ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ മീറ്റിങ്ങിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും കൂടി പറയാനാണ്. അപ്പോൾ തീർച്ചയായും വി, ഞാൻ എന്നല്ല, ഞങ്ങൾ സമ്മതിച്ചു എന്നുള്ളതാണ്. അപ്പോൾ സാധാരണ എൻ്റെ സ്പോൺസറൊക്കെ, ആദ്യത്തെ സ്പോൺസറായിരുന്ന കെൻ കന്നത്ത് റോബർട്ട്സൺ പറഞ്ഞു, മദ്യത്തിന് മുന്നിൽ ശക്തിഹീനനാണെന്ന് ഞങ്ങൾ എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഞങ്ങൾ വെട്ടിയിട്ട് ഷിബു എന്ന് അവിടെ എഴുതുന്നത്. അപ്പോൾ മദ്യത്തിന് മുന്നിൽ ശക്തിഹീനനെന്ന് ഷിബു സമ്മതിച്ചു, ഷിബുവിൻ്റെ ജീവിതം അനിയന്ത്രിതമായി പോയി. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. കാരണം ഈ നമ്മൾ എന്നൊക്കെ പറയുമ്പോൾ വേറെ എവിടെയോ കിടക്കുന്ന എന്തെങ്കിലും സംഭവമാണെന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ അവിടെ പേരെഴുതി വെച്ചാൽ, ബിഗ് ബുക്കിൽ പേരെഴുതി വെച്ചാൽ നല്ലതാണെന്ന് എൻ്റെ സ്പോൺസർ എന്നോട് പറഞ്ഞതായ ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ്. സ്റ്റെപ്പ് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് മറ്റൊരു ആളുടെ അല്ലെങ്കിൽ ഒരു സ്പോൺസറുടെ സഹായത്താലാകുന്നതാകും നല്ലത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കൺസെപ്റ്റ് ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത്? കാരണം അവിടെ ഒരു ശക്തി നമ്മൾക്ക് സംഭവിക്കും. പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് നമ്മളിത്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളെ ഒന്നിച്ചു ചേർന്നാണ് ഇതൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ശക്തി കിട്ടുമെന്നൊക്കെയാണ് നമ്മുടെ പഴമക്കാരൊക്കെ നമ്മളോട് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിൽ ഈ പവർലെസ് ആയിട്ടുള്ള സംഗതിയാണ് എനിക്ക് ആൽക്കഹോളിസത്തിന് മുമ്പിൽ, അല്ലെങ്കിൽ ആൽക്കഹോളിസം എന്ന് പറയുന്ന രോഗത്തിന് മുമ്പിൽ ശക്തിഹീനനാണ് എന്ന് പറയുമ്പോഴും എനിക്ക് പലപ്പോഴും ഈ അൺമാനേജബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നായിരുന്നു എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം 4 വർഷം കൂടി നിർത്തിയ ആൾ പിന്നീട് കുടിച്ച് 5 വർഷം കഴിഞ്ഞിട്ടുമായിരുന്നു എന്നെ കണ്ടെത്തിയത്. അപ്പോൾ ആ 5 വർഷം കൊണ്ട് ഞാനെടുത്ത ആ ഒരു സ്ട്രഗിളും, ആദ്യം 4 വർഷം കൂടി നിർത്തിയതിന് തൊട്ട് മുമ്പെടുത്ത കുറേ സ്ട്രഗിളുകളും ഒക്കെ എന്നെ ഒരു ചിന്തയിലേക്ക് എത്തിയപ്പോൾ തന്നെ വരുത്തി, ഞാൻ മദ്യത്തിന് മുന്നിൽ ശക്തിഹീനനാണെന്ന്. പക്ഷേ അൺമാനേജബിലിറ്റിയെ പറ്റി എന്നെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നത് എൻ്റെ സ്പോൺസർ തന്നെയാണ്. എൻ്റെ സ്വന്തം ശക്തി കൊണ്ട് കുടി നിർത്താമെന്ന് വിചാരിച്ചിരുന്ന പല നാളുകളിലും എനിക്കത് സാധിച്ചിരുന്നില്ല. അല്ലെങ്കിൽ ഒരു ഗ്യാപ്പിട്ട് 2 മാസം 3 മാസമൊക്കെ കുടി നിർത്തി കഴിഞ്ഞാൽ വീണ്ടും കുടിച്ചിരുന്നു. അല്ലെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച എന്തെങ്കിലും ഒരു വലിയ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഞാൻ കുടി നിർത്തിയിരുന്നു. പക്ഷേ എനിക്ക് വീണ്ടും കുടി തുടങ്ങുമ്പോഴെല്ലാം എൻ്റെ ഈ പവർലെസ്നെസ്സിനെ ബോധ്യപ്പെടുത്താൻ എനിക്ക് സാധിച്ചിരുന്നു. എനിക്ക് പലപ്പോഴും ഞാനൊരു ബിഞ്ച് ഡ്രിങ്കർ ആണോ എന്ന് ചോദിച്ചായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ മന്ത്സ് ഒക്കെ നിർത്താനായിട്ട് എനിക്ക് സാധിക്കുമായിരുന്നു. 1 മാസമോ 2 മാസമോ ഒക്കെ കുടി നിർത്താനൊക്കെ ആയിട്ട് സാധിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ എനിക്ക് കുടി നിർത്താൻ സാധിക്കുമായിരുന്നു. അപ്പോൾ അത് ഒരു പക്ഷേ ഞാനൊരു ബിഞ്ച് ഡ്രിങ്കർ ആയിരിക്കും. ഏതായാലും ബിഞ്ച് ഡ്രിങ്കർ ആണെങ്കിലും ഒരു മദ്യാസക്തനാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ സംശയവും എയിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നില്ല. അതായത് ഞാൻ മദ്യം എടുത്തു കഴിയുമ്പോൾ പിന്നീട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായൊരു ചിത്രം എനിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പവർലെസ്നെസ് ആണ് എന്ന് ഞാൻ തയ്യാറായിരുന്നു. പക്ഷേ അൺമാനേജബിലിറ്റി എനിക്ക് സമ്മതിക്കാനായിട്ട് കുറച്ച് കാലങ്ങളെടുത്തു എന്ന് തന്നെ വേണം കരുതാൻ. ഈ അൺമാനേജബിലിറ്റി മനസ്സിലാക്കാനായിട്ട് എനിക്ക് കഴിയാതിരുന്നത്, ഒരു പക്ഷേ ഇതെല്ലാം കടന്നിരുന്നൊരു ബ്ലൈൻഡ് സ്പോട്ടിലായിരുന്നു. എനിക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത, എൻ്റെ ചിന്തകളിലേക്ക് കടന്നു വരാൻ കഴിയാത്ത ഒരു സൈഡിലായിരുന്നു അത് ഇരുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ചില ഡിനയലുകൾ കൊണ്ട്, അല്ലെങ്കിൽ നിഷേധങ്ങൾ കൊണ്ടായിരിക്കാം എനിക്ക് അൺമാനേജബിലിറ്റി മനസ്സിലാക്കാൻ സാധിക്കാതെ പോയത്. ഞാൻ ആദ്യമായി പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ബിസിനസ് നന്നായിട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പം ഞാൻ ചിന്തിക്കുമ്പോഴെല്ലാം ഞാൻ സക്സസ്സിലെത്തിയിരുന്നു എന്നുള്ളതാണ് എൻ്റെ ചിന്തകളൊക്കെ വന്നത്. അപ്പോൾ പലപ്പോഴും ഈ റിയൽ എസ്റ്റേറ്റ് കച്ചവടങ്ങളൊക്കെ നടക്കുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ നന്നായി തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെയാണ്. പക്ഷേ ഒരിക്കൽ ഞാനൊരു മദ്യപിച്ചിട്ട് ഒരു സ്ഥലം അതിൻ്റെ വില കുറഞ്ഞ വിലയ്ക്ക് വിറ്റു. അത് വീട്ടിൽ വലിയ പ്രശ്നമൊക്കെ ആയി. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എന്നെ മനസ്സിലേക്ക്
കൊണ്ടുവന്ന് തന്നത് എൻ്റെ സ്പോൺസറാണ്. എപ്പോഴാണ് അൺമാനേജബിലിറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നമുക്കറിയാം, പലപ്പോഴും മദ്യപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോഴോ, ലൈസൻസ് നഷ്ടപ്പെടുമ്പോഴോ, അല്ലെങ്കിൽ മദ്യപാനം കൊണ്ടൊരു രോഗമുണ്ടാകുമ്പോഴോ, അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല എന്നൊക്കെ തോന്നുമ്പോഴൊക്കെ ആയിരിക്കാം ഈ അൺമാനേജബിലിറ്റി കൂടുതൽ വ്യക്തതയിൽ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. അൺമാനേജബിലിറ്റി കൊണ്ട് ഒരുപാട് കോൺസിക്വൻസസ്, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങൾ സഹിക്കാൻ തയ്യാറാകുന്ന ഒരു അംഗം സർവൈവ് ചെയ്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ സുബോധാവസ്ഥയിലേക്ക് കൂടുതൽ കാലം നീട്ടിയെടുക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും ആ കോൺസിക്വൻസിന് അദ്ദേഹം നന്ദി പറയും. സാധാരണ ഒരു ലൈസൻസ് നഷ്ടപ്പെടുന്ന ഒരാളോ, അല്ലെങ്കിൽ മദ്യപിച്ചൊരു അപകടം ഉണ്ടാകുന്ന ആളോ, പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുന്ന ആളോ, അല്ലെങ്കിൽ ഒരു അപകടമുണ്ടായി തൻ്റെ ശരീരത്തിന് പരിക്ക് പറ്റി ആശുപത്രി കിടക്കുന്ന ആളോ ദൈവത്തിന് നന്ദി പറയാറില്ല. പക്ഷേ അതിന് ശേഷം, ആ കോൺസിക്വൻസസ് വന്നതിന് ശേഷം ഒരു ആൽക്കഹോളിക്കായിട്ടുള്ള ആൾ എത്തുമ്പോൾ അവർ പറയുന്നത് പലപ്പോഴും മനസ്സിൽ വിചാരിക്കുന്നതും, ദൈവമേ അങ്ങേക്ക് നന്ദി, എനിക്ക് ആ സംഭവം ഉണ്ടായതിൽ, അതുകൊണ്ടാണല്ലോ എനിക്ക് തുടരാൻ സാധിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ കോൺസിക്വൻസസ് ഉണ്ട്. അപ്പോൾ ആ കോൺസിക്വൻസസ് നന്മയായിട്ട് മാറും. പലപ്പോഴും ഇത് മനസ്സിലാക്കണമെങ്കിൽ ഈ ഡിനയൽ സ്റ്റേജ് മാറിയിരിക്കണം. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ സ്പോൺസറായിട്ട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഒരാൾ ജയിലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അയാളോട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞത് എൻ്റെ ലൈഫ് അൺമാനേജബിൾ അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്പോൺസറായിട്ടുള്ള അയാളോട് ചോദിച്ച്, നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ജയിലിൽ. അപ്പോൾ നിങ്ങൾ പറയുന്നു നിങ്ങളുടെ ലൈഫ് അൺമാനേജബിൾ അല്ല എന്ന്. അപ്പോൾ ഓരോരുത്തരുടെ ചിന്താഗതിക്കനുസരിച്ചാണ് അല്ലേ, ഓരോരുത്തരും എവിടെയാണ് ഞാൻ നിൽക്കുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നെത്തിയത് എന്നൊക്കെ ചിന്തിക്കുന്നതിനനുസരിച്ചിട്ടുള്ളതാണ് ഈ അൺമാനേജബിലിറ്റിയെക്കുറിച്ചുള്ള ഒരു ധാരണ കിട്ടുന്നത്. തീർച്ചയായും എനിക്കിന്നറിയാം, ഇപ്പോൾ കുറേ കാലമായിട്ട് മദ്യപിക്കാതിരിക്കുന്ന ഞാൻ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന എൻ്റെ സ്വഭാവ വ്യത്യാസങ്ങൾ, വളരെ പെട്ടെന്ന് എല്ലാ സമയവും തെറിയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് ഇന്ന് ആ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ആൽക്കഹോൾ യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ എനിക്ക് അധികം അത് യൂസ് ചെയ്യേണ്ടി വരുന്നില്ല, തെറിവാക്കുകൾ യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. ഞാനൊക്കെ തെറിവാക്കുകൾ ഒരു ദിവസം ഒരു 24 മണിക്കൂറിൽ 250 300 തവണയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആൾ അതിങ്ങനെ കുറഞ്ഞ് മാസത്തിൽ അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലായി, മാസത്തിലൊരിക്കലായി, അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലായി ഒക്കെ അങ്ങനെ കുറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഒരു വാക്കിൻ്റെ കാര്യം പറഞ്ഞു, അത് പല സ്വഭാവങ്ങളും. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരിക, ഭയം വരിക, മറ്റുള്ളവരോടുള്ള അസൂയ ഉണ്ടാകുക, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുക, മറ്റുള്ളവരോട് സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കുക, അങ്ങനെ പല ജീവിതത്തിലുണ്ടായിരുന്ന, കുടികാലത്തുണ്ടായിരുന്ന അൺമാനേജബിൾ ലൈഫിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ലൈഫ് നയിക്കാൻ സാധിക്കുന്നത് കാണുമ്പോഴാണ് എൻ്റെ ജീവിതം എത്രമാത്രം അനിയന്ത്രിതമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ബുദ്ധി കൊണ്ടുള്ള ഒരു ചിന്തയിലൂടെയല്ല ഞാൻ പലപ്പോഴും അൺമാനേജബിലിറ്റിയെ ചിന്തിക്കുന്നത്. ഞാൻ അത്രമാത്രം ഈ കുടിച്ചൊക്കെ കഴിയുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ദിവസം കോളേജിൽ ഒരു പ്രശ്നമുണ്ടായി. എൻ്റെ കൂട്ടുകാരും ഞാനും കൂടി മറ്റൊരാളെ കത്തിക്ക് കുത്താനായിട്ട് പോവുകയും എൻ്റെ കൂട്ടുകാരൻ അയാളെ കത്തിക്ക് കുത്തുകയൊക്കെ ചെയ്തു. പക്ഷേ അയാൾക്ക് സ്കിന്ന് പയ്യെ ഒന്ന് ചെറുതായിട്ട് കട്ടായതല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ അന്ന് ആ നടന്ന സംഭവം പിന്നീട് ഞാൻ എത്തിയപ്പോൾ ഞാൻ ചിന്തിച്ചത്, അന്ന് അയാൾക്ക് എന്തെങ്കിലും ആഴത്തിൽ മുറിവേക്കുകയോ അയാൾ മരണപ്പെടുകയൊക്കെ ചെയ്തായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എവിടെ ഉണ്ടാകുമായിരുന്നു. മറ്റൊരു സന്ദർഭത്തിൽ ബാറിലുണ്ടായ ഒരു അടിയിൽ അതിക്രൂരമായിട്ട് ഒരാളെ കുറേ ആളുകളൊക്കെ കൂടി, ഞാൻ ഉൾപ്പെടെയുള്ള കുറേ ആളുകൾക്ക് കൂടി മർദ്ദിക്കുകയും പിന്നീട് അത് പോലീസ് കേസാവുകയൊക്കെ ചെയ്തു. അപ്പോൾ അത് അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കുമായിരുന്നെങ്കിൽ എനിക്ക് എന്തൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ ചിന്തിക്കുന്നത്, ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്രകൾ, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും ഈ മദ്യപിച്ചിട്ട് ഓടിക്കുന്ന ഒരവസ്ഥയിൽ ഒരു അപകടമൊന്നും പറ്റാതെ ദൈവം എന്നെ എത്രമാത്രം സ്നേഹത്തോടു കൂടിയാണ് സംരക്ഷിച്ചത്.
ഒരു 32ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്തേക്കാമെന്ന് വിചാരിച്ചിരുന്ന എനിക്ക് അന്ന് എന്തെങ്കിലും ഒരു തോന്നലിൽ വീണ്ടും ഞാൻ ആത്മഹത്യ ചെയ്തായിരുന്നെങ്കിൽ, നോക്കൂ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഓർത്തെടുക്കുമ്പോഴാണ് എൻ്റെ അൺമാനേജബിലിറ്റിയെക്കുറിച്ച് എനിക്ക് ഓർമ്മ വരുന്നത്. ഒരു ദിവസം ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ മൂത്ത മോന് അന്ന് 1-2 വയസ്സേ കണ്ടുള്ളൂ. അവനെ പെട്ടെന്ന് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ്. ഞാനുണ്ട്, വൈഫുണ്ട്. അപ്പോൾ കൊച്ചിനെ ഞാൻ വീട്ടിലെടുത്തേക്കും. അപ്പോൾ വീട്ടിൽ ഞാൻ വന്നപ്പോൾ അവനെ പെട്ടെന്ന് അമ്മ കുളിപ്പിച്ചിട്ട് ഷർട്ടൊന്നും ഇടിയിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ അമ്മോട് ചൂടായിരുന്ന ഷർട്ട് ഇടിക്കാത്ത എന്തോ അതാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പറയുകയാണ്, ഞാൻ കൊച്ചിനെ കൊണ്ട് പോകണം. അപ്പോൾ ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് കൊച്ചിനെ കൊണ്ട് ഞാൻ ബാംഗ്ലൂർ കൊണ്ടുപോകണം, അവിടെ ഞാൻ നഴ്സറിയിലിട്ട് പഠിക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പിറ്റേ ദിവസമല്ല, അന്ന് രാത്രി തന്നെ ഞാൻ വീണ്ടും തിരിച്ച് ബാംഗ്ലൂർക്ക് കൊച്ചിനെ കൊണ്ടുപോയി, വൈഫുണ്ട് കൂടെ. അങ്ങനെ കൊണ്ടുപോയി അവിടെ ഒരു നഴ്സറിയിൽ കൊണ്ടാക്കാനൊക്കെ ആയിട്ട് ഞാൻ രാവിലെ ഇവനെയും കൊണ്ട് നഴ്സറിയിൽ കൊണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവൻ അവിടെ കിടന്ന കസേരയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ഞാനിവിടെ നിൽക്കില്ലെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലും ബഹളമായിട്ട് ഞാൻ വീണ്ടും തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി. എൻ്റെ വീട്ടിലേക്ക്, അവിടെ ബാംഗ്ലൂരുള്ള വീട്ടിലേക്ക് കൊണ്ടാക്കിയിട്ട് ഞാൻ പിന്നെ എപ്പോഴും എല്ലാ ദിവസവും കരച്ചിലും സ്കൂളിൽ പോകില്ല. പിന്നെ ഞാൻ വീണ്ടും തിരിച്ച് അമ്മച്ചിയുടെ അടുത്ത് കൊണ്ടാക്കേണ്ടി വരുന്ന അവസ്ഥ. അങ്ങനെ അനേകം പറയുകയാണെങ്കിൽ പുറത്ത് പറയാൻ പറ്റാത്തതും അല്ലെങ്കിൽ പരസ്യമായിട്ട് പറയാൻ പറ്റാത്തതും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു സ്പോൺസറോട് മാത്രം സംസാരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അൺമാനേജബിലിറ്റിയെ പറ്റി എനിക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഓർമ്മകളിലൂടെയാണ് എൻ്റെ ജീവിതം ഞാൻ അത്രമാത്രം അൺമാനേജബിൾ അല്ലെങ്കിൽ അനിയന്ത്രിതമായി പോയിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.